റുബിക്സ് ക്യൂബ് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് റുബിക്സ് ക്യൂബ് 3 സ്ക്വയർ ഉള്ള ഒരു റുബിക്സ് ക്യൂബാണിത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഡിസോർഡർ ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് കറക്റ്റാണ്, ഇതെല്ലാം കറക്റ്റാണ്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഡിസോർഡർ ആക്കി മൊത്തത്തിൽ എന്ത് ചെയ്യാം, നമുക്കിതിനെ ഡിസോർഡർ ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. ഇത് അറിയാത്തവർക്കുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ. അറിയുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയിക്കാരം. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അറിയുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് മൊത്തം ഡിസോർഡർ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഡിസോർഡർ ആക്കിയ ഈ കളർ നമുക്ക് മാച്ച് ചെയ്യണം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം വൈറ്റ് എടുക്കുക. വൈറ്റ് ഭാഗമുണ്ട്, അതുപോലെ പിങ്ക് ഉണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓക്കെ, അതുപോലെ യെല്ലോ ഉണ്ട്. വൈറ്റ് ആൻഡ് യെല്ലോ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, താഴോട്ട് വൈറ്റും മുകളിൽ യെല്ലോയും വരുന്ന ഒരു രീതിയിലാണ് പിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ യെല്ലോന്റെ 4 സൈഡിലും എന്ത് വരണം, വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോക്കാം എങ്ങനെയാണ് വൈറ്റ് എവിടെയൊക്കെ ഉള്ളത്. ഈ സൈഡിലുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുവരിക. അതുപോലെ അടുത്തത് ഇവിടെയുണ്ട്. ഈ വൈറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെയും ഇവിടെ ഒക്കെ ആയി. അപ്പോൾ ഇനി ഇവിടെയും വൈറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട് വൈറ്റ്. ആ വൈറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ആയി. ഓക്കെ, ഇനി ഈ സൈഡിലും കൂടി വൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ നേരെ ഇങ്ങനെ കൊടുന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എന്ത് യെല്ലിൻ്റെ 4 സൈഡിലും വൈറ്റ് കൊണ്ടുവരണം. ഈ വൈറ്റിനെ എന്ത് ചെയ്യണം, താഴോട്ട് കൊണ്ടുവരണം. നേരെ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് വൈറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ. അത് അതിനും എന്ത് ചെയ്യണം, ഈ വൈറ്റിൻ്റെ അടിയിൽ പിങ്കാണ്. ആ പിങ്കിനെ മാച്ച് ചെയ്യണം. കളറിനെ പിങ്ക് മാച്ച് ചെയ്തു. നേരെ താഴോട്ട്. ഓക്കെ, കണ്ടോ ഇവിടെ കറക്റ്റായി. അതുപോലെ ഓറഞ്ച് ഇവിടെ ഇതിനോട് മാച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് പിടിക്കാം. ഓക്കെ, ഇത് രണ്ടും മാച്ചായി. അതുപോലെ ഈ ബ്ലൂ എവിടെ ഉള്ളത് നേരെ തിരിച്ചിട്ട് ഇതിനെ മാച്ച് ചെയ്ത് നേരെ താഴോട്ട് കൊണ്ടുവരാം. അടുത്തത് ഗ്രീൻ ഇവിടെ നേരെ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്തായി, ഒരു പ്ലസ് ആയി മാറും. ഈ രൂപത്തിൽ നോക്കാം. ഇനി അടുത്തത് ഇവിടെ ഈ 4 സ്പേസിലും എന്ത് കൊണ്ടുവരണം, വൈറ്റ് കൊണ്ടുവരണം. അപ്പോൾ നോക്കുക വൈറ്റ് ഇവിടെ ഉള്ളതും വൈറ്റ് മുകളിലൊന്നുണ്ടല്ലേ. ഈ വൈറ്റിനെ നേരെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിനെന്ത് വേണം, ഈ വൈറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ ബ്ലൂ ആണ്. ഈ ബ്ലൂവിന് എന്താ വേണം, മാച്ച് ചെയ്യണം. ഇങ്ങനെ ബ്ലൂവിനെ മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വൈറ്റ് ഈ സൈഡ് കൊണ്ടുവരണം. ഈ സൈഡ് ഇങ്ങനെ തിരിച്ചിട്ട് ഈ വൈറ്റിൻ്റെ അടിയത്തെ ഭാഗം നേരെ മേലോട്ട് കൊണ്ടുവരാം. നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നേരെ ഇതേപോലെ താഴോട്ട്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എന്തായി, സോൾവായി. ഇനി അടുത്തത് കണ്ടോ, ഇവിടെ ഉണ്ട്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ ഗ്രീനോട് മാച്ചായി. ഗ്രീൻ മാച്ചല്ല, അപ്പോൾ ഇത് ഗ്രീന് മാച്ചായിട്ട് നേരെ ഇത് വൈറ്റ് കൂടെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ ഈ സൈഡ് വേണ്ടത് ഇങ്ങനെ പൊന്തിച്ചിട്ട് നേരെ അടിയിൽ മേലേക്ക് ഇത് മാച്ചായി നേരെ താഴോട്ട്. ഓക്കെ, ഇതിങ്ങനെ മാച്ചായി. ഇനി ഇവിടെ മാച്ചാണ്ട് ഇവിടെയും മാച്ചാവുണ്ട്. അപ്പോൾ നോക്കി എവിടെ ഉള്ളത്, ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടല്ലേ. ഇത് മാച്ചാണ്. നേരെ ലെഫ്റ്റിക്ക് നേരെ അപ്പ്. ഓക്കെ, കറക്റ്റാക്കി നേരെ ഡൗൺ ആക്കി താഴത്തിലേക്കായാൽ ഇവിടെ കറക്റ്റായി. ഇതുപോലെ ഈ ഭാഗം ഈ വൈറ്റ് നേരെ മേലെ കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ കറക്റ്റാണ്. റൈറ്റിലേക്ക്. ഓക്കെ, ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഫസ്റ്റ് ലെയർ നമ്മൾ എന്തുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെയർ നമ്മൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഇതിനോട് മാച്ച് ആക്കിയിട്ട് നോക്കാം. സിമ്പിളാണ്. പിങ്കിനോട് മാച്ച് ആക്കുക. നേരെ മേലുള്ള കളർ ഏതാ നോക്കാം. നേരെ മേലുള്ള കളർ ഗ്രീനാണ്. ഗ്രീന് ലെഫ്റ്റിലോ റൈറ്റിലാണോ നോക്കാം. എവിടെ ഉള്ളത്, റൈറ്റിലാണുള്ളത്. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് കൊണ്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഇരിക്കുക. അടിഭാഗത്തുനിന്ന് ഇത് മാപ്പോട്ടാക്കുക. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, താഴോട്ട്. ഓക്കെ, ഇപ്പം കണ്ട് വൈറ്റ് മേലായി. ഇത് പിങ്ക് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ റൈറ്റ് കൊണ്ടുവരാം. ഓക്കെ, ഡൗൺ.
സിമ്പിളാണ്. ഇത് അടിയിലേക്ക് തന്നെ വന്നു. അടുത്ത എടുക്കുക. ഇതിനോട് മാച്ചാക്കുക. ബ്ലൂവിനെ മാച്ചാക്കിയിട്ട് ഓക്കെ, ബ്ലൂ മാച്ചാക്കി നേരെ മേലുള്ള കളർ ഏതാ നോക്കുക. ഓറഞ്ചാണ്. ഓറഞ്ച് ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ കൊണ്ടുണ്ട്. മനസ്സിലായോ? ഓറഞ്ച് നേരെ ഇങ്ങോട്ട് ഈ സൈഡ് നമ്മൾ കൊണ്ടുവരുന്നത് നേരെ മേലേക്കും ലെഫ്റ്റ് ഡൗൺ മാച്ചാക്കിയിട്ട് റൈറ്റ് അപ്പ് ഡൗൺ. ഓക്കെ, സിമ്പിൾ. സ്ലോ ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇത് മാച്ചാക്കാൻ പറ്റൂല. അടുത്തത് മാച്ചാക്കാൻ പറ്റൂല. ഇത് മാച്ചാക്കാം. ഇതിൻ്റെ പിങ്ക് എടുക്കുക. പിങ്ക് സൈഡിൽ നോക്കുക. സിംഗിൾ ഇത് ഓക്കെ മാച്ചാണ്. നേരെ ഇത് മേലെ ഭാഗത്തുള്ള കളർ ഏതിനോട് മാച്ചാണ്? ഈ സൈഡാണോ ഈ സൈഡാണോ നോക്കാം. ഈ സൈഡാണ്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഈ കളർ ഈ സൈഡിലുള്ളത്. അപ്പോൾ നേരെ ഈ ഭാഗം മേൽക്ക് വന്ദിക്കുക. നേരെ ലെഫ്റ്റിക്ക് താഴോട്ട് ഓക്കെ ഇവിടെ മാച്ചാക്കിയിട്ട് ലെഫ്റ്റ് അപ്പ് ഓക്കെ ഇവിടെ മാച്ചാക്കി. ഇപ്പോൾ ഈ ഭാഗം മാച്ചായി, ഈ ഭാഗം മാച്ചായി, ഈ ഭാഗം മാച്ചായി. ഇനി ഈ ഭാഗം മാത്രമേ മാച്ചാവുള്ളൂ അല്ലേ? ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഓറഞ്ച് മാച്ചാണ്. ഇത് നേരെ മേലുള്ള കളർ ഏതാണ്? ഗ്രീനാണ്. ഗ്രീൻ സൈഡിലുള്ളത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് റൈറ്റിലേക്ക് ഇരിക്കുക. നേരെ മേലോട്ട് ഓക്കെ. ഇത് ഈ ഭാഗം കറക്റ്റാണ്. ലെഫ്റ്റ് പോവുക, അപ്പ് റൈറ്റ് ഡൗൺ. ഓക്കെ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്ലോവിൽ ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും കിട്ടും. അടുത്തത് തേർഡ് ലെയർ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് ലെയർ. ഓക്കെ, ഇതിൻ്റെ മാപ്പോട്ടുള്ള യെല്ലോ ഭാഗം എന്ത് ചെയ്യുക? പ്ലസിൻ്റെ രൂപമാക്കണം. ഇത് പ്ലസ് അല്ല അല്ലേ? ഒരു എൽ ഷേപ്പാണുള്ളത് അല്ലേ? അപ്പോൾ എൽ ഷേപ്പ് ആകുമ്പോൾ ഈ ഒരു ലെവലിൽ പിടിക്കുക. ഇതിങ്ങനെയുള്ളൊരു ടൈപ്പിൽ പിടിച്ചിട്ട് നേരെ ഈ ഭാഗം നേരെ മേലോട്ട്, എന്നിട്ട് ഈ ഭാഗം നേരെ മേലോട്ട്. ഓക്കെ, ഇനി നേരെ ലെഫ്റ്റോട്ട് താഴോട്ട് നേരെ ഈ ഭാഗം നേരെ ഈ സൈഡിൽ ലെഫ്റ്റിക്ക് നേരെ ഡൗൺ. ഇങ്ങനെ തന്നെ പിടിക്കണേ. ഓക്കെ, അപ്പം എന്തായി? ഈ ഭാഗം കറക്റ്റായി. ഇനി ഇതേ മരത്തിന് ഇങ്ങനെ പിടിച്ചിട്ട്, ഇത് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ പൊന്തിക്കുക. ഓക്കെ, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓക്കെ. ഇപ്പം എന്തായത്? പ്ലസ് രൂപത്തിൽ യെല്ലോ ഷേപ്പായി. ഓക്കെ, ഇനി അടുത്തത് എന്തോ ചോദിച്ചാൽ ഇതിനോട് മാച്ച് ആക്കുക എന്നുള്ളതാണ്. എല്ലാ കളറും 4 സൈഡും മാച്ച് ആക്കണം. അതിന് നോക്കി ഇതിവിടെ ഗ്രീന് മാച്ചായി, പിന്നെ ഗ്രീന് മാത്രം മാച്ച് ആയിട്ടുള്ളൂ. മാച്ചായ കളർ ഈ സൈഡിലായിട്ട് വരണം. ബാക്ക് സൈഡിലായിട്ട് മാച്ചായി പിടിച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ മേപ്പോട്ട് ലെഫ്റ്റിക്ക് താഴോട്ട് വീണ്ടും റൈറ്റ്, ഇത് മേപ്പോട്ട് റൈറ്റ്. ഓക്കെ, ഇത് മാച്ചായി. ഓക്കെ, വേറെ അതേ മാച്ചായി, ഇത് മാച്ചായി. ഇത് രണ്ടും മാത്രമേ മാച്ച് ആയിട്ടുള്ളൂ. ഇത് രണ്ടും മാച്ചായി തന്നെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ മതി. ഇതേ സൈഡിൽ പിടിച്ചിട്ട് അതേ പരിപാടി നിർത്തും. താഴോട്ട് റൈറ്റ് മേപ്പോട്ട് 1 2 താഴോട്ട്. ഓക്കെ, ഇപ്പോൾ ഏതാ മാച്ചായി നോക്കാം. ഏതാ മാച്ചായി? ഇത് മാച്ചായിട്ടുള്ളൂ. ഇതെന്താ ഇങ്ങോട്ടൊക്കെ തിരിക്കാം. അപ്പോൾ ഈ സൈഡ് മാച്ചായി, ഈ സൈഡ് മാച്ചായി. ഇങ്ങനെ 2 സൈഡ് ഒരുമിച്ച് മാച്ചായി കഴിഞ്ഞാൽ ആ ഭാഗം നേരെ എന്ത് ചെയ്യുക? ഇങ്ങനെ പിടിക്കുക. ഒന്ന് ഇവിടെ മാച്ചായതും ഈ സൈഡ് മാച്ചായതും ഇങ്ങനെ ലെവലിൽ പിടിച്ചിട്ട് അതേ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അതേ മെത്തേഡ് ഒന്നും കൂടി. ഡൗണ്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, 4 സൈഡ് ഓക്കെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ സിമ്പിളാണ്. ഒന്ന് മൈൻഡ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത് ഇവിടെ മാച്ചാണ്, ഇവിടെ ഇത് മാച്ചാണ്. ഓക്കെ, അതിനെല്ലാ ഭാഗം അങ്ങനെ നോക്കാം. ഇത് മാച്ചാണോ വന്നു, ഇതെല്ലാം മാച്ചാണോ? അല്ല, ഇവിടെ മാച്ചല്ല. ഇതും മാച്ചല്ല. ഇത് ഇവിടെ മാച്ചാണ്,
ഇവിടെ മാച്ചല്ല. ഓക്കെ, രണ്ട് സൈഡ് മാച്ചിലൊരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ലെഫ്റ്റ് എടുക്കാം, മേപ്പോട്ട് എടുക്കാം. ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി. ഇതെന്തായി, ഇവിടെ സൈഡ് മാച്ചായി, ഇവിടെ ഈ സൈഡും മാച്ചായി അല്ലേ, സൈഡ് മാച്ചായി, ഇവിടെ മാച്ചാണ്, ഇവിടെയും മാച്ചാണ്. ഇങ്ങനെ മാച്ചായി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഈ ഒരു ഇതിങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് വൈറ്റും മേലെ യെല്ലോ ഈ ടൈപ്പിൽ പിടിച്ചിട്ട് മാച്ചായ ഫുൾ മാച്ചായ ഒരു കളർ ഈ ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലും പിടിച്ചിട്ട് എന്ത് ചെയ്യാം. ഈ മാച്ച് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, നേരെ ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഇതേ മെത്തേഡ് തന്നെ അല്ലേ. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, ഇത് മാച്ചായി. നേരെ മേൽഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതാണ് ഈ സോൾവ് ആണല്ലേ. ഇതേ മെത്തേഡ് തന്നെ ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, ഒന്നുകൂടി ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഒന്നുകൂടി ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അതേ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കംപ്ലീറ്റ് ആയി. ഓക്കെ, സിമ്പിളാണ്. ഒന്ന് മൈൻഡ് കൊടുത്താൽ ആർക്കും സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ റുബിക്സ് ക്യൂബ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.